നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല വാഹന ഉടമകൾക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓയിൽ സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത്, അതായത് ഈ ഓയിൽ ലിപ്സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് ഓയിൽ ഓവർഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് പല വാഹന ഉടമകളും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഇനി എൻജിൻ പണിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറ് കൊണ്ട് സംഭവിച്ചതാണോ എന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സാധാരണയായിട്ട് തന്നെ ഈ ഓയിൽ സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത്, അതായത് ഈ ലിപ്സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് ഓയിൽ മുകളിലോട്ട് ഓവർഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒന്ന്, എൻജിനുള്ളിലെ അമിതമായിട്ടുള്ള പാർട്സുകളുടെ തേയ്മാനം. രണ്ട്, ഓയിൽ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത്, പുതിയ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഓയിൽ സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് ഓയിൽ ഓവർഫ്ലോ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൂടാതെ മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത്, വർക്ക്ഷോപ്പിൽ വാഹനം ഓയിൽ ചേഞ്ചിന് കയറ്റുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ലിറ്റർ ഓയിൽ ഒഴിക്കണമെന്ന് പല വാഹന ഉടമകൾക്കും ശരിക്ക് അറിയത്തില്ല. ഇവിടെയാണ് ഓയിൽ ഒഴിക്കേണ്ട സ്ഥലം. അങ്ങനെ വരുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ നമ്മുടെ ജോലി തിരക്കും സമയനഷ്ടവും എല്ലാം കരുതിയിട്ട് വർക്ക്ഷോപ്പിൽ വാഹനം ഇട്ടിട്ട് പോകും. ഓയിൽ മാറാൻ പറയും, അവർ ഓയിൽ മാറും. പക്ഷേ എത്രയാണ് ഓയിലിൻ്റെ ലെവലെന്നോ അളവെന്നോ പലരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ കുറച്ച് നാൾ വാഹനം ഓടുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഈ കാണുന്ന ഈ വാൽവ് ഡോറിൻ്റെ ഇടയിൽ, വാൽവ് ഡോറാണ് ഇത് വാൽവ് ഡോറാണ്. ഈ വാൽവ് ഡോറിൻ്റെ സൈഡിൽ കൂടി ഓയിൽ ലീക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഓയിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വരുന്ന പാക്കിങ് സൈഡ്, അതുകൂടാതെ പമ്പിൻ്റെ പാക്കിങ്, താഴെ മെയിൻ പമ്പ് വരുന്നുണ്ട്, മെയിൻ പമ്പിൻ്റെ പാക്കിങ്, ഹെഡിൻ്റെ പാക്കിങ്, അങ്ങനെ ഓയിൽ ഏതെല്ലാം ഭാഗത്തു കൂടി സർക്കുലേഷൻ ചെയ്യുന്നുണ്ടോ ആ ഭാഗത്തെല്ലാം, അതായത് ഓയിൽ പ്രഷർ കൂടുതലായിട്ട് വന്നിട്ട്, ഓയിൽ പ്രഷറിന് വ്യത്യാസം വന്നിട്ട് പല സ്ഥലത്തു കൂടി ഓയിൽ കനിവ് വരാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോഴറിയാൻ പറ്റും, ഇതുപോലെ റിങ്സ് വരുന്ന പോർഷൻ ഇവിടെയൊക്കെ, ഈ എയർ ഫിൽറ്ററിൻ്റെ പോർഷൻ, അതുപോലെ തന്നെ ഇവിടെയൊക്കെ EGRൻ്റെ ഈ റിങ്സ് വരുന്ന ഈ റബ്ബർ വരുന്ന പോർഷനെല്ലാം ഓയിൽ കനിവ് വന്നു തുടങ്ങും. അപ്പം പലരും വിചാരിക്കുന്നത് ഒന്നുകിൽ ടർബോ പ്രശ്നമായിട്ടുണ്ട്, ഈ ടർബോയുടെ ലൈനിൽ നിന്നൊക്കെ ഓയിൽ കനിവ് വന്നു തുടങ്ങും. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഓയിൽ ഓവർഫ്ലോ ചെയ്യുമ്പോൾ ടർബോയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ എൻജിൻ പണിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള തേയ്മാനം കൊണ്ട് വന്നതായിരിക്കാം എന്ന് പലരും ചിന്തിക്കും. സത്യാവസ്ഥ എന്ന് പറയുന്നത്, എൻജിനിൽ ഓവറായിട്ട്, അതായത് ഇപ്പം നമ്മുടെ വാഹനത്തിന്, ഓരോ വാഹനത്തിനും ഇത്ര ലിറ്റർ ഓയിലെന്ന് കണക്കുണ്ട്. പലർക്കും അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല, വാഹന ഉടമകളും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ എത്ര ലിറ്റർ ഓയിലാണ് ഒഴിക്കുന്നതെന്ന് നമ്മളൊട്ടും നോക്കാറുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം, അതായത് ഓയിൽ ഈ സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് ഓവർഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഈ ക്യാപ്പ് ഊരുന്ന സമയത്തും ഓവർഫ്ലോ ചെയ്യും. അതൊരു കാരണമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ പിസ്റ്റനും റിങ്സും, അതുകൂടാതെ മറ്റ് എൻജിൻ പാർട്സുകൾ, ഉള്ളിലത്തെ എൻജിൻ പാർട്സുകൾ ഏതെങ്കിലും രീതിയിൽ തേയ്മാനം കൂടുതൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം, അതായത് ഈ സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് ഓയിൽ ഓവർഫ്ലോ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം പലരും ശ്രദ്ധിക്കാറില്ല. അത് കൂടുതലും പ്രശ്നം വരുന്നത് സെക്കൻഡ് വാഹനം, അതായത് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം എടുക്കുന്നവർക്കാണ് കൂടുതൽ ഈ ഒരു പ്രശ്നം വരുന്നത്. ഫസ്റ്റ് ഓണർ ഏത് രീതിയിൽ എങ്ങനെ വാഹനം ഓടിച്ചെന്നോ, അല്ലെങ്കിൽ ആ ഓടിച്ചിരുന്ന ഡ്രൈവർ എങ്ങനെ വാഹനം ഓടിച്ചെന്നോ അവർ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ ഒരു പ്രശ്നം വരുവാനായിട്ടുള്ള, ഈ ഓയിൽ സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് ഓയിൽ ഓവർഫ്ലോ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, PCV, പോസിറ്റീവ് വെന്റിലേഷൻ ക്രാങ്കേസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും ഉണ്ട്. അപ്പോൾ PCVക്ക് എന്തെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിച്ചാലും ഈ പറഞ്ഞ രീതിയിൽ ഓയിൽ ഓവർഫ്ലോ ചെയ്യും. അതായത്
നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ക്രാങ്കേസിൻ്റെ പോർഷൻ തന്നെ എടുക്കാം. അവിടെ നിന്ന് ഓയിൽ ലീക്ക് വരാനായിട്ടുള്ള, അതായത് പാക്കിങ് വരുന്ന പോർഷനിൽ നിന്ന് ഓയിൽ ലീക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ ഈ മെയിൻ പുള്ളി, ഈ താഴത്തെ മെയിൻ പുള്ളി വരുന്നത് ഓയിൽ ലീക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുകൂടാതെ ഈ ഹെഡിൻ്റെ പോർഷൻ, ഈ ഇവിടെ ഹെഡിൻ്റെ പോർഷനുണ്ട്, ഹെഡിൻ്റെ പോർഷൻ, ഈ വാൽവ് ഡോർ, നേരത്തെ പറഞ്ഞ പോലെ വാൽവ് ഡോർ, അങ്ങനെ പല സ്ഥലത്തു നിന്നും ഓയിൽ കനിവ് വരുവാനായിട്ടുള്ള സാധ്യത. കാര്യം ഓയിൽ പ്രഷറിന് വ്യത്യാസം വന്നിട്ട് ഏത് ഭാഗത്ത് കൂടിയാണ്, അതായത് ഓയിൽ സർക്കുലേഷൻ കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് ഈ ഓയിൽ ഓവർഫ്ലോ ചെയ്യുന്നത്, എൻജിൻ്റെ പല ഭാഗത്തു നിന്നും ഓവർഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ വാഹന ഉടമകളും അല്ലെങ്കിൽ ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ വാഹനത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഓരോ വാഹനത്തിനും ഓരോ ഗ്രേഡ് ഓയിൽ പറഞ്ഞിട്ടുണ്ട്, 15, 30, 15, 40, പിന്നെ അതുകൂടാതെ പല ഗ്രേഡിലുള്ള ഓയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിക്കുന്നത് കൂടാതെ ഗ്രേഡ് മാറി ഒഴിച്ചാലും, പിന്നെ അതുകൂടാതെ തന്നെ ഓയിൽ ഒഴിക്കുന്നത് കൂടുതലായാലും, ഈ സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് ഓയിൽ ഓവർഫ്ലോ ചെയ്യുന്നത് കൂടാതെ ഈ പാക്കിങ്, ഈ സൈഡിലത്തെ പാക്കിങ്, ഗ്യാസ് കിറ്റ്, അതായത് എൻജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്യാസ് കിറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ വേരിയേഷൻ എല്ലാം ഗ്യാസ് കിറ്റിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുന്നത്. ഗ്യാസ് കിറ്റിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഓവർ ടെമ്പറേച്ചർ കയറിയിട്ട് മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അത് ഓയിൽ കൂടുതൽ ഒഴിച്ചാലും ഈ ഒരു പ്രശ്നം വരും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ കൂടിയും ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടാതെ പാക്കിങ്, എൻജിൻ്റെ ഓരോ എൻജിൻ്റെ പാക്കിങ്ങിന് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിക്കുകയാണെങ്കിൽ, അതായത് എൻജിൻ്റെ ഏത് ഭാഗത്താണ്, വാൽവ് ഡോർ ആണെങ്കിലും, പിന്നെ അതുകൂടാതെ ഹെഡിൻ്റെ ആണെങ്കിലും, ക്രാങ്കേസിൻ്റെ ആണെങ്കിലും, വാട്ടർ ലൈൻ ആണെങ്കിലും, ഏത് ഭാഗമാണെങ്കിൽ കൂടിയും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓയിൽ ഓവർഫ്ലോ ചെയ്ത്, അതായത് ഓയിൽ സർക്കുലേഷന് വ്യത്യാസം വന്നിട്ട് ഓവർഫ്ലോ ചെയ്തിട്ടാണ് പാക്കിങ് പൊട്ടുന്നത് എന്നൊരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കാര്യം ഓയിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ എൻജിൻ്റെ പാക്കിങ് കംപ്ലൈൻ്റ് ആയിട്ട് ഓവർഫ്ലോ ചെയ്യും. അത് കാര്യം ഓയിൽ സർക്കുലേഷൻ നടക്കാതെ, ശരിയായിട്ടുള്ള രീതിയിൽ നടക്കാതെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പ്രശ്നം വരാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, 1, ഓയിലിൻ്റെ ലെവല് ക്ലിയർ ചെയ്തൊഴിക്കണം. 2, ഓയിൽ സ്റ്റിക്കിൻ്റെ 2 ഡോട്ടിൻ്റെയും ഇടയിലായിരിക്കണം ഓയിൽ നിർത്തേണ്ടത്. പലരും 2ാമത്തെ ഡോട്ടിൻ്റെ മുകളിലായിരിക്കും ഓയിൽ കൂടുതൽ ഒഴിച്ച് നിർത്തുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 2 ഡോട്ടിൻ്റെയും ഇടയിൽ നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എൻജിനിൽ ഒരു പരിധിയിൽ ഓയിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള സൂചനകൾ നമുക്ക് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവും. അതിന് ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1, എൻജിനിൽ അധികമായിട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചെക്ക് എൻജിൻ ലൈറ്റ്, അതായത് ചെക്ക് എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തും. ഇപ്പോഴത്തെ വാഹനങ്ങളിലെല്ലാം സെൻസർ വാഹനങ്ങളായതുകൊണ്ട് ചെക്ക് എൻജിൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ OBD സ്കാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് എന്താണ് കംപ്ലൈൻ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാഹനത്തിൻ്റെ ഗ്യാസ് കിറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ, ഗ്യാസ് കിറ്റിന് എന്തെങ്കിലും രീതിയിലുള്ള ടെമ്പറേച്ചർ വേരിയേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എൻജിന് ഓയിൽ കൂടുതലായിരിക്കും. പക്ഷേ ഗ്യാസ് കിറ്റ് പൊട്ടുന്നത് എൻജിൻ്റെ ഓയിൽ ലെവൽ കൂടിയത് കൊണ്ട് മാത്രം ഗ്യാസ് കിറ്റ് പൊട്ടത്തില്ല. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കൂളൻ്റ്, അതായത് പീരിയോഡിക്കലി കൂളൻ്റ് റീപ്ലേസ് ചെയ്തില്ലെങ്കിലും ഗ്യാസ് കിറ്റ് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ പച്ചവെള്ളം ഒഴിച്ച് വാഹനം ഓടിയാലും ഈ റേഡിയേറ്റർ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ട് ഗ്യാസ് കിറ്റ് പൊട്ടുവാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെക്കുറിച്ചൊരു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ ഐ ബട്ടണിലും ഇട്ടിരിക്കാം. അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓയിൽ മാറുന്ന സമയത്ത് പ്രത്യേകം അറിഞ്ഞിരിക്കണം, ശ്രദ്ധിക്കണം. അതായത് ഓയിൽ ലെവൽ കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിന് ഒഴിക്കുന്ന ഓയിലിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ 2 ഡോട്ടിൻ്റെയും ഇടയിൽ നിൽക്കത്തക്ക രീതിയിൽ
ഡ്രൈ നട്ട് ചോർത്തി നമുക്ക് ഓയിൽ ലെവൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ ഡ്രൈ നട്ട് ചോർത്തുന്ന സമയത്ത് തന്നെ വാഹനം നിരന്ന സ്ഥലത്ത്, അതായത് ഒരു കാരണവശാലും ഏറ്റിറക്കത്തിലോ ചരിവിലോ വാഹനം ഇട്ടിട്ട് ഓയിൽ ചോർത്തുവാൻ നോക്കരുത്. നിരന്ന സ്ഥലത്തിട്ടിട്ട് മാത്രമേ വാഹനം ഓയിൽ ലെവൽ ക്ലിയർ ചെയ്യുവാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ മാറുന്ന സമയത്ത് ഓയിൽ ഫിൽറ്ററും കൂടി മാറുന്നത് നല്ലതായിരിക്കും. അതായത് ഓയിൽ ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ, ഓയിലിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ ഓയിൽ ഫിൽറ്ററും കൂടി മാറുന്നത് നല്ലതായിരിക്കും. പലർക്കും ഒരു ധാരണയുണ്ട്, ഓയിൽ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ പലരും വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഡ്രൈ നട്ട് ചോർത്തി നമുക്ക് ഓയിൽ ലെവൽ ക്ലിയർ ചെയ്യാം. ഈ ഓയിൽ ലെവൽ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റിക്ക് എടുത്തിട്ട്, അതായത് ഈ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് 2 ഡോട്ടിൻ്റെയും ഇടയിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം ഓയിൽ ലെവൽ ക്ലിയർ ചെയ്യുവാനായിട്ട്. ഓയിൽ ലെവൽ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടി റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വളരെ പ്രധാനമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്വന്തമായിട്ട് ഈ ഒരു ജോലി ഒരിക്കലും ചെയ്യുവാൻ നിൽക്കരുത്. നല്ലൊരു അംഗീകൃത വർക്ക്ഷോപ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ അറിയാവുന്ന നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടോ ഈ ഒരു കാര്യം പ്രത്യേകം ചെയ്യണം. അതായത് ഓയിൽ ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഓയിലിൻ്റെ ലെവൽ ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതായത് കറക്റ്റ് ലെവൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് നല്ലൊരു മെക്കാനിക്കിൻ്റെ സഹായം തേടാവുന്നതാണ്. ഒരു കാരണവശാലും അറിയില്ലാത്ത പണി സ്വന്തമായിട്ട് ചെയ്യുവാൻ നിൽക്കരുത്. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയുന്നത്, നമ്മുടെ വീഡിയോയ്ക്ക് പൊതുവെ ലെങ്ത്ത് കൂടിപ്പോയെന്ന് ഒരു പരാതിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒരു 1 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ടോ ഇത് പറഞ്ഞ് തീർക്കാം. പക്ഷേ അങ്ങനെ തീർത്തിട്ട് ഒരു കാര്യവുമില്ല. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇത്രയും ടൈം എടുക്കും. ക്ഷമിക്കണം എല്ലാവരും. ഓരോ കാര്യത്തിനെക്കുറിച്ചും വിശദീകരിച്ച് പറഞ്ഞു വരുമ്പോൾ ടൈം കൂടിപ്പോകുന്നതാണ്. അതുകൊണ്ട് കുറച്ച് എൻ്റെ ഇടയ്ക്കുള്ള 1-2 വീഡിയോയിൽ ടൈം കൂടിപ്പോയി എന്ന് പലരും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കാര്യം. അതായത് പറഞ്ഞു വരുമ്പോൾ നീളം കൂടിപ്പോകുന്നതാണ്. എല്ലാവരും ക്ഷമയോടെ കാണണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, പറഞ്ഞു തരാം. ഓക്കെ.